എക്വഡോർ ദക്ഷിണ അമേരിക്കയിലെ ഒരു ചെറിയ പക്ഷേ അത്യന്തം വൈവിധ്യമാർന്ന രാജ്യമാണ്. ഭൂമധ്യരേഖ അതിലൂടെയായി കടന്നുപോകുന്നതിന്റെ പേരിലാണ് ഇതിന് എക്വഡോർ എന്ന പേര് ലഭിച്ചത്. ഇതിനു വടക്കിൽ കൊളംബിയയും തെക്കും കിഴക്കും പെറുവും പടിഞ്ഞാറെ പസഫിക് മഹാസമുദ്രവുമാണ് അതിരുകളായി. ഭൂമിശാസ്ത്രപരമായി അതിവൈവിധ്യമാർന്ന ഈ രാജ്യത്തിൽ അമസോൺ മഴക്കാടുകൾ, ആൻഡീസ് പർവ്വതനിരകൾ, പച്ചപ്പുള്ള തീരപ്രദേശം, പ്രകൃതിയുടെ അദ്ഭുതമായ ഗലാപഗോസ് ദ്വീപുകൾ എന്നിവ ഉൾപ്പെടുന്നു. ക്വിറ്റോ എന്ന തലസ്ഥാന നഗരം സമുദ്രനിരപ്പിൽ നിന്ന് 2800 മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതിചെയ്യുന്നതാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ നഗരം കൊളോണിയൽ കാലത്തെ ആകർഷകമായ കെട്ടിടങ്ങളാലും ചുരുങ്ങിയതുമായ വെല്ലുവിളികളാലും പ്രസിദ്ധമാണ്. ഗ്വായക്വിൽ ഏറ്റവും വലിയ നഗരവും വ്യാവസായിക കേന്ദ്രവുമാണ്. ഔദ്യോഗിക ഭാഷ സ്പാനിഷാണ്, എന്നാൽ കിത്വ, ഷ്വാർ തുടങ്ങിയ പലയാദിവാസി ഭാഷകളും ഇപ്പോഴും സംസാരിക്കപ്പെടുന്നു. എക്വഡോറിയുടെ സംസ്കാരം അതിന്റെ യാഥാസ്ഥിതികതയിലൂടെയും ആചാരങ്ങളിലൂടെയും ഉത്സവങ്ങളിലൂടെയും പ്രതിഫലിക്കുന്നു. ഇൻക ജനതയുടെ പാരമ്പര്യവും സ്പാനിഷ് കോളനിയൽ സ്വാധീനവും ചേർന്നതാണ് ഇവിടത്തെ അതുല്യമായ സംസ്കാരശൈലി. ഗലാപഗോസ് ദ്വീപുകൾ, ഇവിടത്തെ അപൂർവമായ ജീവജാലങ്ങളാൽ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് പ്രചോദനമായത്, ഇപ്പോഴും ലോകത്തിലെ പ്രകൃതിപ്രേമികളുടെ സ്വപ്നഗമ്യസ്ഥാനങ്ങളിലൊന്നാണ്. എക്വഡോർ ലോകത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ചുരുങ്ങിയ വിസ്തീർണത്തിൽ ആയിരക്കണക്കിന് സസ്യ ജീവജാലങ്ങൾ കാണപ്പെടുന്നു. പ്രധാന സമ്പദ്വ്യവസായ മേഖലകൾ എണ്ണ ഉത്പാദനം, കൃഷി, പഴങ്ങൾ, കാപ്പി, കൊക്കോ, മീൻപിടുത്തം, വിനോദസഞ്ചാരം എന്നിവയാണ്. 2000 ഇവരുടെ സ്വദേശിക കറൻസി അപ്രഭാവത്തിലായതോടെ $, ആണ് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത്. ലോകത്തിൽ പ്രകൃതിക്ക് നിയമപരമായ അവകാശം നൽകിയ ആദ്യ രാജ്യമായി 2008 ഭരണഘടന എക്വഡോറിന് ചരിത്രത്തിൽ സ്ഥാനം നൽകിയിട്ടുണ്ട്. അതുപോലെ ഭൂമിയിലെ സൂര്യനോടുള്ള ഏറ്റവും അടുത്ത ബിന്ദുവായ ചെമ്പർസോ പർവ്വതവും ഇവിടെയാണ്. പ്രകൃതിയോടുള്ള ഈ അടുക്കും സംസ്കാരത്തോടുള്ള ബഹുമാനവും ചേർന്ന് എക്വഡോർ ഒരു അതുല്യ ഗമ്യസ്ഥാനം മാത്രമല്ല, അതിന്റെ നിവാസികൾക്ക് അഭിമാനമായ ഒരു സാംസ്കൃതിക രത്നവും ആകുന്നു.